പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വക്കബി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കാണുന്ന വസ്തുക്കളെക്കുറിച്ചാണ്, അതായത് സക്രമെൻ്റൽസ്, കൂദാശാനുകരണങ്ങളെക്കുറിച്ച്. സോ അതിലൂടെ വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. സോ കൂദാശ അനുകരണങ്ങൾ അല്ലെങ്കിൽ സാക്രമെൻ്റൽസ് നമ്മളിൽ ഭൂരിഭാഗം പേരും ഉപയോഗിക്കാതെ വെറുതെ പൊടി പിടിച്ച് കിടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ കൂദാശ അനുകരണങ്ങൾ. പലപ്പോഴും ഇത് നമ്മളൊന്ന് ഉപയോഗിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളിത് വർഷത്തിൽ ഒന്നോ അല്ലെങ്കിൽ ഒട്ടും ഉപയോഗിക്കാത്ത അവസ്ഥയിലാണ്. ചിലപ്പം ചില തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം നമ്മളിത് ചെയ്യാത്തത്. സോ ഞാനിവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ചില വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. സോ അതിനു മുൻപ് ആദ്യമായിട്ട് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ഈ കൂദാശ അനുകരണങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ CCC 1667 തിരുസഭ ഇപ്രകാരം പറയുന്നു. അപ്പോൾ ഇതിനെ കൂദാശ കൽപ്പങ്ങൾ എന്നും കൂടെ വിളിക്കുന്നു. തിരുസഭ മാതാവ് ഇവ കൂടാതെ കൂദാശ കൽപ്പങ്ങളും സാക്രമെൻ്റൽസ് സ്ഥാപിച്ചിട്ടുണ്ട്. അവ ഒരു തരത്തിൽ കൂദാശകളെ അനുകരിച്ചുള്ള വിശുദ്ധ അടയാളങ്ങളാണ്. സഭയുടെ മാധ്യസ്ഥം വഴി ലഭിക്കുന്ന ഫലങ്ങളെ, പ്രത്യേകിച്ച് ആത്മീയ ഫലങ്ങളെ ആണ് അവ സൂചിപ്പിക്കുന്നത്. കൂദാശകളുടെ പ്രധാന ഫലം സ്വീകരിക്കുവാൻ അവ ആളുകളെ സജ്ജമാക്കുകയും ജീവിതത്തിലെ പല സന്ദർഭങ്ങളെയും പവിത്രമാക്കുകയും ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ മെയിനായിട്ട് ഈ ഒരു ഭാഗം മാത്രമേ ഞാനിപ്പം പറയുന്നുള്ളൂ. സോ നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളെയും ഈ കൂദാശ അനുകരണങ്ങൾ പവിത്രമാക്കുന്നു എന്ന് സഭ ഒഫീഷ്യലി പഠിപ്പിക്കുന്നു. അപ്പം നമുക്ക് അറിയാവുന്നതും ഒരുപക്ഷെ അറിയാത്തതുമായിട്ടുള്ള നിരവധി സാക്രമെൻ്റൽസ് ഉണ്ട്. അപ്പം ഈ കാണുന്നതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതൊക്കെ നമുക്ക് എല്ലാ സ്റ്റാളുകളിലും, മിക്ക പള്ളി സ്റ്റാളുകളിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതില്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് കളക്ട് ചെയ്ത് ഒരു വൈദികനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചാലും മതി. അപ്പോൾ ഇപ്പം ഏറ്റവും ആദ്യമായിട്ട് ഇപ്പം ബ്ലസ്സഡ് വാട്ടർ, വെഞ്ചരിച്ച വെള്ളം ഇത് നമുക്ക് എക്സോസിസം കിറ്റ്, ഭൂതാചാരണ കിറ്റ് എന്ന് പറഞ്ഞിട്ട് എൽറൂഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കിറ്റുകളൊക്കെ നമുക്ക് ലഭിക്കും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്കിതൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വാട്ടർ ബോട്ടിൽ നമുക്ക് കേസുകളിലായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടിക്കാത്ത ഒരു മിനറൽ വാട്ടറാണ്. അതാണ് എക്സോസിസം ചെയ്ത് വെഞ്ചരിച്ചിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു കേസ്, നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ആവശ്യം, നമ്മുടെ ആവശ്യം പോലെ ഒരു കേസോ 2 കേസോ എത്രയെന്ന് വെച്ചാൽ 5 രൂപയുടേതോ, 5 രൂപയുടെ ഇല്ലാന്ന് തോന്നുന്നു, 10 രൂപയുടേതോ 20 രൂപയുടേതോ മിനറൽ വാട്ടർ കേസ് വാങ്ങിക്കുക. എന്നിട്ട് ഏതെങ്കിലും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ നമ്മൾ പോയിട്ട് ഒരു വൈദികനെ കൊണ്ട് വെഞ്ചരിപ്പിക്കുക. ഇപ്പം എപ്പിഫനിയുടെ അന്നാണ് വളരെ പവർഫുള്ളായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട വൈദികൻ സാധാരണയായിട്ട് വെഞ്ചരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഈസ്റ്ററിനാണ് വെഞ്ചരിച്ച വെള്ളം വെഞ്ചരിക്കുന്നത്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം എൽറൂഹയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഈ ഹോളി വാട്ടർ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും. അതുപോലെ തേന്, ഓയിൽ, വെഞ്ചരിച്ച എക്സോസിസം ചെയ്ത കുന്തിരിക്കം, പിന്നെ ബ്ലസ്സഡ് സാൾട്ട്, കല്ലുപ്പ്, പിന്നെ ഉത്തരീയം. ഇതൊക്കെ നമുക്ക് എൽറൂഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എക്സോസിസം കിറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇത് നമുക്ക് ധ്യാനകേന്ദ്രത്തിൽ പോയില്ലെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു വൈദികനുടെ കയ്യിൽ പോകുമ്പോൾ ഒരു നോർമൽ ബ്ലെസ്സിങ് ആണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എൽറൂഹയിൽ ഇത് എക്സോസിസം ചെയ്തിട്ടാണ് ലഭിക്കുന്നത്. അതിന് രണ്ടിനും 2 ഉപയോഗങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇനി മുതൽ? ഇവിടെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ പ്രശ്നം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല,
എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. ഒന്നെങ്കിൽ ഒരു പക്ഷേ വൈദികർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. പലരും അതിനൊന്നും ആവശ്യമില്ല, എക്സോസിസം ബ്ലെസ്സിങ്ങിൻ്റെ ആവശ്യമില്ല, സാധാ ബ്ലെസ്സിങ് മതി എന്ന് ഒരു പക്ഷേ പറഞ്ഞെന്ന് വരാം. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് ധ്യാനകേന്ദ്രങ്ങളിൽ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ ഞാനും ഇവിടെ ഒരു ധ്യാനകേന്ദ്രത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഒരു ഭക്തിയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ സഭയിൽ ഉപയോഗിച്ചു വരുന്ന കാര്യമാണ്, വിശുദ്ധരൊക്കെ ഉപയോഗിച്ച് വരുന്നൊരു കാര്യമാണ്. ഞാൻ മംഗലാപുരത്ത് പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷിലാണ് സംസാരിക്കാൻ നമുക്ക് സൗകര്യമുള്ളത്. മലയാളത്തിലുണ്ട്, പക്ഷേ ലാറ്റിൻ വൈദികരെടുത്ത് നമുക്ക് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ അവിടെ റിട്ടയർമെൻറ്റ് ഹോമിൽ, വൈദികരുടെ റിട്ടയർമെൻറ്റ് ഹോമിൽ റിട്ടയർഡ് ആയിട്ടുള്ള വൈദികരെടുത്താണ് പോണത്. അപ്പോൾ അവിടെ ഒരു ഫാദർ നോർബർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞാനിങ്ങനെ കുമ്പസാരിക്കാൻ നിരന്തരം പോകുന്നു. അപ്പം പലപ്പോഴും നമ്മൾ ഒരേ ഭാവം തന്നെ പലതവണ നമ്മൾ കുമ്പസാരിക്കുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആഷിക്ക് അവിടെ ആ ഷെൽഫിലൊരു കുപ്പി വെള്ളമുണ്ട്, വെഞ്ചിരിച്ച വെള്ളം എടുക്കാൻ പറഞ്ഞു. ഞാനെടുത്തു, എൻ്റെ അടുത്ത് അത് ഇച്ചിരി കുടിക്കാൻ പറഞ്ഞു, കുടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് രസം. ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് ഉപ്പ് ചോദിക്കുന്നുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞു, അത് എക്സസൈസ്ഡ് സോൾട്ടാണ്. വെഞ്ചിരിച്ച വെള്ളത്തിൽ എക്സസൈസ് ചെയ്ത, ബുധാചാരം ചെയ്ത ഉപ്പ് കലർത്തിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൈശാചിക ദുഷ്ടാരൂപങ്ങളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അവിടെയുള്ള പല മിണ്ടാമടങ്ങളിലും പുറത്ത് വെച്ചിരിക്കുന്ന ഈ വെഞ്ചിരിച്ച പാത്രത്തിൽ അവരെ ഈ അവിടുത്തെ വെള്ളം ഉപ്പ് രസമാണ്, ഭൂതാചരണം ചെയ്ത് വെഞ്ചിരിച്ച ഉപ്പ് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കോവിഡിന് ശേഷം നമ്മുടെ പള്ളികളിൽ വെഞ്ചിരിച്ച പാത്രമേ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സാധാ ബ്ലെസ്സിങ്ങും എക്സോസിസം ചെയ്ത ബ്ലെസ്സിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ എക്സോസിസം ബ്ലെസ്സിങ് ആവശ്യമുള്ളവർ, പ്രയർ ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് PDF ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അഥവാ വൈദികർ അവർക്കറിയില്ലെങ്കിൽ ഇത് കൊടുത്താൽ അവരത് പ്രാർത്ഥിച്ച് തരും. ലാറ്റിനിൽ വേണ്ടവർക്ക് ലാറ്റിനിൽ, ഇംഗ്ലീഷിൽ വേണ്ടവർക്ക് ഇംഗ്ലീഷിൽ. മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് എൽറൂഹയിൽ നിന്ന് ഈ ബന്ധന പ്രാർത്ഥന നമുക്ക് ലഭിക്കും. കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ ആത്മാര് ഉപയോഗിക്കേണ്ടത്, അതുപോലെ വൈദികർ ഉപയോഗിക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. ഇതിൽ വെഞ്ചരിക്കേണ്ട പ്രാർത്ഥന ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് ബന്ധന പ്രാർത്ഥനകൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കിറ്റാണ് എൽറൂഹയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ബ്ലസ്സഡ് സോൾട്ട്, ബന്ധന പ്രാർത്ഥനയുടെ പുസ്തകം, കുന്തിരിക്കം, ഓയില്, തേന്, വെഞ്ചരിച്ച വെള്ളം. ഇനി ഇങ്ങനെ നമുക്ക് ധ്യാനകേന്ദ്രത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കുപ്പി തേൻ വാങ്ങിക്കുക, ഒരു കുപ്പി ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ തന്നെ ആയിരിക്കട്ടെ നമ്മൾ വാങ്ങിക്കേണ്ടത്, നമുക്ക് വാങ്ങിക്കാം. അതുപോലെ ഒരു കേസ് വെള്ളം വാങ്ങിക്കാം, പിന്നെ കുന്തിരിക്കം വാങ്ങിക്കാം. എന്നിട്ട് ഇതെല്ലാം അച്ഛൻ്റെ അടുത്ത് പോയിട്ട്, അച്ഛാ ഇതൊന്ന് എക്സോസിസം ചെയ്ത് എനിക്ക് തോന്നും ബ്ലസ് ചെയ്ത് തരണം അച്ഛനോട് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അങ്ങനെ പറ്റാത്തവർ ഇതുപോലെ ഓൾറെഡി എക്സോസിസം ചെയ്തിട്ടുള്ള വൈദികരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള ധ്യാനകേന്ദ്രങ്ങളിൽ പോയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഇത് നമ്മുടെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വർഷത്തിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ ആയിരിക്കരുത്. ഞാൻ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്കിത് മനസ്സിലാവും. നമ്മുടെ കൊച്ച് രാത്രി ഉറങ്ങുന്നില്ലെന്ന് വിചാരിച്ചു. പല സന്ദർഭങ്ങളിലും എനിക്കതുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ വെഞ്ചിരിച്ച വെള്ളം എടുത്ത്, അപ്പോൾ ഈ വെഞ്ചിരിച്ച വെള്ളത്തിൽ ഞാൻ എന്ത് ചെയ്യും, ബ്ലസ്സഡ് സോൾട്ട് ഓൾറെഡി കലർത്തിയിട്ടുണ്ടാവും. അതെടുത്ത് കുരിശ് വരച്ച് ഈശോ എനിക്ക് എൻ്റെ മക്കളുടെ മേൽ തന്ന അധികാരം ഉപയോഗിച്ച് പിശാചിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേരൊരു 10-15 മിനിറ്റിനുള്ളിൽ കിടന്നുറങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ബ്ലസ്സഡ് സോൾട്ട് നമ്മുടെ ഭവനത്തിൽ നമ്മൾ വിതരണം, ഇങ്ങനെ എവിടെയിലേക്ക് വിതറാമെന്നല്ല, 4 കോർണേഴ്സിൽ വിതരണം. ഇതൊക്കെ എക്സോസിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. 4 കോർണേഴ്സിൽ നമ്മൾ വിതരണം. അപ്പോൾ കല്ലുപ്പ് തന്നെ ആയിരിക്കണം. പൊടിയുപ്പാകുമ്പോൾ അത് പെട്ടെന്ന് ഒരുപക്ഷെ അലിഞ്ഞു പോകും, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിപ്പോവും. കല്ലുപ്പാകുമ്പോൾ അവിടെ തന്നെ നിന്നോളൂ. നമ്മൾ വിതരണം നമ്മുടെ മുറികളിൽ, അങ്ങനെ നമുക്ക് എത്ര മുറികളുണ്ടോ അത്രയും മുറികളിൽ വിതറിയാൽ അത്രയും നല്ലത്. എനിക്കറിയുന്ന ഒരു ചേച്ചി, അവർ വളരെ വലിയ സാധനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മംഗലാപുരത്തുണ്ടായിരുന്നപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതാണ്. അങ്ങനെ ഒരു സിസ്റ്റർ ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ വീട്ടിൽ വന്നപ്പോൾ ആ സിസ്റ്റർ കാണുന്ന ദർശനം, കുപ്പിച്ചില്ല് കൊണ്ട് ഈ ചേച്ചിയുടെ ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അത്രമാത്രം സാധനത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷെ വളരെ നിഷ്കളങ്കയായിട്ടുള്ളൊരു ചേച്ചി, എല്ലാവരോടും സ്നേഹം മാത്രം, ഈശോയുടെ അതിലേറെ സ്നേഹം.
പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒരു ഉത്തരവില്ല. പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് പോകും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ എന്താണ് ഇഷ്യൂ എന്നറിയത്തില്ല. അങ്ങനെ ഒരു വൈദികൻ്റെ അടുക്കൽ ഒരു ധ്യാനത്തിന് പോയപ്പോൾ അച്ഛൻ തലയിൽ കൈവെക്കുമ്പോൾ ഈ ചേച്ചി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരം, അച്ഛൻ കൈവെക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് അനുഭവപ്പെടുകയാണ്. ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ആരൊക്കെയോ ഇത് ചെയ്തിട്ടുണ്ട്, കൂടോത്രം ചെയ്തിട്ടുണ്ട്, പിന്നെ എത്രയോ തവണ കൈവശം തന്നിട്ടുണ്ട് എന്ന്. ഇനി എന്ത് ചെയ്യും? ഈ അവരുടെ ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലത്ത് ഈ കൂടോത്രം ചെയ്ത സാധനം എവിടെയുണ്ടെന്ന് ആർക്കറിയാം? അപ്പം അതിനച്ഛൻ പറഞ്ഞത്, ഈ വെഞ്ചിരിച്ച ഉപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? പറമ്പിൽ വിതറണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ എൽറൂഹെ പോയപ്പം അവിടുത്തെ റാഫേൽ അച്ഛൻ, അത് അച്ഛൻ്റെ ഞാൻ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള സന്ദേശങ്ങളാണ്. അച്ഛൻ പറയണത് ഇങ്ങനെയാണ്. അച്ഛൻ്റെ പുസ്തകത്തിൽ അച്ഛൻ വീഡിയോയിലൊക്കെ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛന് ലഭിക്കുന്നത് ശബ്ദ സന്ദേശമാണെന്ന്. ശബ്ദ സന്ദേശം, സാധാരണ നമ്മൾ വിഷൻ അല്ലെങ്കിൽ എന്താണ് പറയുക, ദർശനം അല്ലെങ്കിൽ ആന്തരിക ഭാഷണം, അച്ഛൻ പറഞ്ഞാൽ അച്ഛൻ്റെ ചെവിയിൽ വന്ന് ഈശോ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അച്ഛൻ ഇങ്ങനെയുള്ള സാക്രമെൻ്റൽസിൻ്റെ ഉപയോഗങ്ങൾ അച്ഛൻ പ്രചരിപ്പിക്കുന്നുണ്ട്. അതോടെ ഒരുപാട് അത്ഭുതങ്ങളാണ്, ഒരുപാട്. നിങ്ങൾ എൽറൂഹ റിട്രീറ്റ് സെൻറ്ററിൽ നിന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും ടെസ്റ്റ് മണി സാക്രമെൻ്റൽസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് സഭയുടെ പണ്ട് പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് ഒരു പ്രൊമോഷൻ കൊടുക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്ക്. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ്, ഉപ്പ് വിതറുമ്പോൾ നിങ്ങൾ ഈ തീറ്റ കൊടുക്കുന്ന പോലെ വിതറരുത്, ഭൂമിയിൽ ശക്തമായിട്ട് എറിയണമെന്ന്. അതിൻ്റേതായ റീസൺ ഉണ്ടാവും. അതെന്തിനാണ് എന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. അതാണ് എല്ലാ കാര്യം എല്ലാവരോടും പറയരുത് എന്നുള്ളത്. പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് മെമ്പർഷിപ്പ് വീഡിയോസ്. എല്ലാ കാര്യം എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അച്ഛൻ പറയണത് നമ്മൾ അനുസരിക്കുക എന്നുള്ളത് മാത്രം. ഇപ്പം ഡാനിയലച്ഛൻ 2 വർഷം മുൻപാണ് തോന്നുന്നു ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് 100 ദിവസമോ മറ്റോ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചോദിച്ചോടെ, എന്നാൽ പിന്നെ അതെന്താണ് കാര്യമെന്ന് അച്ഛൻ പറ. അവർക്ക് കിട്ടുന്ന മെസ്സേജ് അനുസരിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് ഈ 40 ദിവസത്തെ അച്ഛൻ്റെ ശുശ്രൂഷ മെസ്സേജ് കിട്ടി. എന്താണ് മെസ്സേജ് കിട്ടിയതെന്ന് പറഞ്ഞോ? അച്ഛൻ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ അച്ഛൻ്റെ മധ്യസ്ഥ ഗ്രൂപ്പിൽ മാത്രം അറിയിക്കേണ്ട കാര്യമാണ്. ചില കാര്യങ്ങൾ പബ്ലിക്കിനോട് അറിയിക്കേണ്ട കാര്യം, അത് നാട്ടുകാരോട് മൊത്തം പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇവിടെ എൽറൂഹയിൽ അച്ഛൻ പറഞ്ഞു, ഉപ്പ് വിതറുമ്പോൾ ശക്തമായിട്ട് എറിയണം. അതെന്താ എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അവർക്ക് കിട്ടിയൊരു സന്ദേശമാണ്. അതാണ് അവർ പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകേണ്ടതില്ല. അതാണ് എല്ലാ കാര്യവും എല്ലാവരോടും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈശോ പോലും ശിഷ്യന്മാർക്ക് രഹസ്യമായിട്ട് വിശദീകരിച്ച് കൊടുത്തിരുന്നു എന്നാണ് വചനം പറയുന്നത്. ജനങ്ങളുടെ ഉപമകളിലൂടെ പറഞ്ഞു, ശിഷ്യന്മാർക്ക് രഹസ്യമായിട്ട്. കർത്താവ് പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ വരങ്ങൾ അറിയാനുള്ള, രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് അത് ലഭിച്ചിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ എല്ലാവരോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിളമ്പാൻ പറ്റത്തില്ല. ഈ പോയിന്റ് നമ്മൾ എപ്പോഴും ഓർക്കണം. സോ അങ്ങനെയാണ് ചില അന്ത്യകാലത്തെ പറ്റിയുള്ള മെസ്സേജസ് നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. ഉള്ള വിശ്വാസം പോലും ചിലപ്പോൾ ചിലർക്ക് അത് വായിക്കുമ്പോൾ നഷ്ടപ്പെടും. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അച്ഛൻ പറഞ്ഞായിരുന്നു വെഞ്ചിരിച്ച ഉപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ശക്തമായിട്ട് നമ്മുടെ പറമ്പിൽ എറിയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോഴും പല ബ്രദർമാരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉപ്പ് വിതറുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീടിൻ്റെ പറമ്പിൻ്റെ അപ്പുറത്ത് പോകരുത്, മറ്റുള്ളവരുടെ പറമ്പിലോട്ട് പോകരുത്, നമ്മുടെ വീടിൻ്റെ പറമ്പിൽ വീഴുന്ന രീതിയിലാണ് ആയിരിക്കണം ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ വീടിൻ്റെ പിറകുവശം കാണാം. ഇവിടെ നോക്കുമ്പോഴേ ഞാൻ ഇവിടെ നോക്കുന്ന ഈ കറക്റ്റ് ലൊക്കേഷനിൽ ഒരു ബ്രദർ വന്ന് പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു, ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹൈന്ദവ സഹോദരനാണ് ഇവിടെ ജീവിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചത് ഒരു മുസ്ലിം ലേഡിയിൽ നിന്നാണ്. പക്ഷേ അവർക്ക് മുൻപേ ഉണ്ടായിരുന്ന ഒരു ഹൈന്ദവ സഹോദരൻ ഇവിടെ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയ കാണിച്ചു തന്നു. ഈ ഏരിയയിൽ ഇപ്പം JCB കൊണ്ടുവന്നാലേ നമുക്ക് കിളച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്തോ കണ്ട് പേടിച്ചിട്ട് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തോ സംതിങ് ചരടോ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് എഫക്റ്റ് ആവത്തില്ല, പൈശാചിക ബാധയൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ സാമ്പത്തികം നിൽക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കുറേ കുഴിച്ച് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. ഇത് എത്ര ആഴത്തിലാണെന്ന് ആർക്കറിയാം. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതിനാണ് ബ്ലെസ്സഡ് സോൾട്ട്, വെഞ്ചിരിച്ച് ഉപ്പ് വിതറുക.
അങ്ങനെ ഈ വിതർമ്മം എന്ത് സംഭവിക്കുന്നു? ഈ എന്തെങ്കിലും ദുഷ്ടാരൂപികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നു, പുതുതായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനത് തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ്. ഇതാണ് ബ്ലസ്സഡ് സോൾട്ടിൻ്റെ ഉപയോഗം. അതുപോലെ നമ്മൾ രോഗികളായിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം മക്കളായിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം, അരിശം, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യത്തിൽ എഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, എന്തും ആയിക്കൊള്ളട്ടെ, നമുക്ക് ഉപദേശിച്ചാലൊന്നും ആരും നന്നാവത്തില്ലേ? പക്ഷെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിങ്ങൾ എന്തായാലും കറിയിൽ ഉപ്പ് ഉപയോഗിക്കണം. സോ എക്സോസിസം ചെയ്ത വെഞ്ചിരിച്ച ഉപ്പ് കറിയിലിടുക. എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റും അവിടേക്ക് ഉപയോഗിക്കാം. ഇത് അവരുടെ അകത്തോട്ട് പൊക്കോളൂ. പയ്യെ പയ്യെ മാറ്റം വരും. ഇവിടെ എൻ്റെ വീടിനടുത്ത് ഒരു ചേച്ചി ക്യാൻസർ ബാധിതയായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ എന്ത് ചെയ്തു? ഈ ബ്ലസ്സഡ് സോൾട്ട് അവർക്ക് കൊടുത്തു. അവരത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഛർദ്ദിച്ചെന്ന് പറഞ്ഞു. പിന്നീട് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഒരു കേരളത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രദറിൻ്റെ കൂട്ടായ്മയിലുണ്ട്. അപ്പം ആ ബ്രദറിന് പ്രധാനമായിട്ടും ഡെലിവറൻസ് ഗിഫ്റ്റാണുള്ളത്. അപ്പം ആ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പേരിങ്ങനെ ഛർദ്ദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ഉള്ളിൽ അവരറിയാതെ കയറിയ കൈവിഷം, ഇനി വെഞ്ചിരിച്ച വെള്ളം. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള കുറച്ച് മിനറൽ വാട്ടർ വാങ്ങിച്ച് എനിക്കറിയുന്ന വൈദികനടുക്കൽ പോയിട്ട് എക്സോസിസം പ്രെയർ ഞാൻ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കും. ഞാൻ ലാറ്റിനിലാണ് ചൊല്ലുക, അച്ഛൻ ലാറ്റിനിലാണ് ചൊല്ലുക. ലാറ്റിനിൽ പ്രെയർ ചൊല്ലി എക്സോസിസം ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലുള്ളൊരു ചെറിയൊരു വെഞ്ചിരിച്ച വെള്ളത്തിൻ്റെ എന്താ പറയുക, ഒരു ബോട്ടിൽ വാങ്ങിക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇതിലൊഴിക്കുക. എന്നിട്ട് ഇതുപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ റൂം ബ്ലസ് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും ബ്ലസ് ചെയ്യണമെന്ന് ഞാൻ പറയും. അത്രയും പ്രശ്നങ്ങളുള്ള കുടുംബമാണെങ്കിൽ അല്ലെങ്കിലും നമ്മളെല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. വീട്ടിലെന്തെങ്കിലും കലഹങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒന്ന് ഈശോയുടെ തിരുരക്തം, ഈശോയുടെ തിരുരക്തം എന്ന് പറഞ്ഞുകൊണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലിയും ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ വർഷത്തിലൊരിക്കൽ അച്ഛൻ വന്ന് വെഞ്ചിരിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കരുത്. നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു അല്ലേ? നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പിന്നീട് ആ ദിവസങ്ങൾ നമ്മൾ ആ കൃപ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജപമാലയും നമ്മുടെ കരണക്കൊന്തിയും നമ്മളെ പേഴ്സണൽ പ്രെയറും വഴിയാണ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഈ കൃപ നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ ഒരു വൈദികൻ്റെ വെഞ്ചിരിപ്പാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യം. വൈദികൻ്റെ വെഞ്ചിരിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. അപ്പോൾ അത് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ അച്ഛൻ വെഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം. ശരി, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരെ പറ്റി കുറ്റം പറയുമ്പോഴും പരദൂഷണം പറയുമ്പോഴും ഈ നാട്ടിലുള്ള സകലവിധ സീരിയലുകൾ കാണുമ്പോഴും നമ്മൾ പല അശ്ലീല സിനിമാ രംഗങ്ങളൊക്കെ ടി വിയിൽ വരുമ്പോഴും ന്യൂസ് ചാനലുകളൊക്കെ നമ്മൾ നിരന്തരം വെക്കുമ്പോഴെല്ലാം അതിലുള്ള തിന്മ നമ്മുടെ ഭവനത്തിലോട്ട് കടന്നു വരുന്നുണ്ട്. എനിക്ക് ഏത് വിശുദ്ധയാണെന്ന് എനിക്ക് മറന്നുപോയി. വിശുദ്ധ എലിസബത്ത് ആണെന്ന് തോന്നുന്നു. ആ വിശുദ്ധ 17-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു. അന്ന് ടി വി ഇല്ല. ആ വിശുദ്ധ കാണുന്ന ദർശനം എങ്ങനെയാണ്? ആ വിശുദ്ധ പറഞ്ഞത് ഇങ്ങനെയാണ്: കറുത്ത പെട്ടിക്കുള്ളിൽ നിന്നും, ബ്ലാക്ക് ബോക്സിൽ നിന്നും പിശാചുക്കൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നത്. അന്ന് ഈ വിശുദ്ധ കണ്ടപ്പോൾ ആർക്കും മനസ്സിലായില്ല. കാരണം കറുത്ത പെട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അവരോർക്കണം സാധാരണ ഒരു കറുത്ത പെട്ടി എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം അവരുദ്ദേശിച്ചത് ടി വി ആണ്. അപ്പം ടി വിയിലൂടെ പിശാച് ഇത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ലിവിങ് റൂമിലോട്ട് കടന്നു വരുന്നുണ്ട്. ഇത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഓർക്കുക, നമ്മൾ കുറ്റം പറയുമ്പോഴും പരദൂഷണം പറയുമ്പോഴും കൂടുതൽ ദുഷ്ടാരൂപികൾ നമ്മുടെ കുടുംബത്തോട് കടന്നു വരും. അപ്പോൾ വെഞ്ചരിച്ച വെള്ളം ഇതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുക. ആർക്കും ആയിക്കൊള്ളട്ടെ, നമ്മൾ ഒരു തുള്ളി നമ്മുടെ വെഞ്ചരിച്ച വെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലും നമ്മുടെ ചോറിലും എല്ലാം ഒരു കുഞ്ഞി കുപ്പി നമ്മൾ വെഞ്ചരിച്ച വെള്ളം കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഇതിലും ചെറുത് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വെഞ്ചരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അശുദ്ധമായതുണ്ടെങ്കിൽ പോകാൻ. പിന്നെ ഈ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, ഈ ഹലാൽ ഫുഡിനെ പറ്റിയിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. പലവിധ കെട്ടുകളൊക്കെയാണ് വരുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ എനിക്കറിയുന്നൊരു ബ്രദർമാർ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ പോത്തിൻ്റെ ഫാറ്റ് ഉരുക്കിയിട്ട് അത് ഓയിലാക്കിയിട്ട് അത് വെഞ്ചരിച്ചിട്ട് അവർ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണത്തിൽ അവരെന്ത് ചെയ്യും, അത് ഇറ്റിച്ചിട്ട് കഴിക്കും. ഇപ്പം നമുക്ക് അറിയാം, ഇപ്പം നേരിട്ട് ഓരോ ഹോട്ടലിലൊക്കെ നമുക്ക് കയറുമ്പോൾ അറിയാം ഇവിടെ ഇങ്ങനെയുള്ള ഭക്ഷണമായിരിക്കും എന്നുള്ളത്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ നമുക്ക് ചില സമയത്ത്
ഒരു സന്ദർഭമില്ലാത്ത സിറ്റുവേഷനുകളിൽ ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇതുപോലെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇതാണ് വെഞ്ചരിച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. സോ അത് എല്ലാ ദിവസങ്ങളും ഉപയോഗിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കേസ് വെള്ളം ഉപയോഗിക്കണം എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും നമ്മൾ ഈ പറഞ്ഞ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുക. വീടിനകത്തൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾ ഉറങ്ങുന്ന റൂമിലൊക്കെ ഈശോയുടെ തിരുരക്തം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, 4 കോർണറുകളിലും ബാത്റൂമിലെല്ലാം നമ്മളിത് ചെയ്തു വെക്കണം. ഒരു രീതിയിലും പിശാചിന് കയറാൻ അനുമതി കൊടുക്കരുത്. അതുപോലെ തേന്, ഈ തേനും അവിടെ നിന്ന് പറഞ്ഞ എൽറോഹി എന്ന് പറഞ്ഞ കാര്യമാണ്. തേനും ഓയിലും. ഒരു ചേട്ടന് കിഡ്നി സ്റ്റോൺ ആയിരുന്നു, ഓപ്പറേഷൻ ചെയ്യാൻ ഭയമാണ്. പുള്ളി എന്ത് ചെയ്തു, തേൻ ഓരോ ദിവസം കഴിക്കാൻ തുടങ്ങി. ഓയിൽ ഈ കിഡ്നി എവിടെയാണ് ലൊക്കേഷൻ ഉള്ളത് അവിടെ പുരട്ടാൻ തുടങ്ങി. മൂത്രത്തിൽ കൂടെ കിഡ്നി സ്റ്റോൺ പോയെന്നുള്ളതാണ്. അങ്ങനെ മൂത്രത്തിലൂടെ ബ്ലഡ് വരുന്നവർക്കും എല്ലാം ഈ ഓയിലും ഈ പറയുന്ന തേനൊക്കെ കഴിച്ചിട്ട് സൗഖ്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊക്കെ പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്നത്. നമ്മളിങ്ങനെ ധ്യാനകേന്ദ്രങ്ങളിൽ പോകുമ്പോഴേ ഇത് അറിയുന്നുള്ളൂ എന്ന് മാത്രം. പിന്നെയുള്ള കുറച്ച് കുദാശാനുകരണങ്ങളാണ് നമ്മുടെ ജപമാല, പരിശുദ്ധ ജപമാല. ഈ ജപമാല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജപമാലയാണ്. കാരണം പരിശുദ്ധമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി അടുക്കൽ പോയപ്പോൾ പരിശുദ്ധമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ബ്ലസ് ചെയ്തതാണ്. അതുപോലെ നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, വിശുദ്ധ മിക്കായേൽ മാലാഖയുടെ തിരുശേഷിപ്പ് എവിടെയോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സത്യത്തിൽ ഇതാണത്. അതായത് വിശുദ്ധ മിക്കായേൽ മാലാഖ ബ്ലസ് ചെയ്ത ലോകത്തിലെ ഏക കത്തീഡ്രൽ, ബസിലിക്കാണെന്ന് തോന്നുന്നു. മിക്കായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവിടെ ബ്ലസ് ചെയ്തു. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഡെലിവറൻസും അവിടെയുള്ള മിക്കായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട ഗുഹയിൽ ആ ഗുഹയുടെ കല്ല് യൂസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ഒരു എക്സോസിസം പവർ അതിനുണ്ടാവുമെന്ന് മിക്കായേൽ മാലാഖ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നുള്ള കല്ലാണ് ഇത്. ഒരു തിരുശേഷിപ്പ് തന്നെയാണ്, ഒരു റിലിക്സ് എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഇങ്ങനെ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു തരും. ഇപ്പോൾ സെൻറ്റ് മൈക്കിൾ സൊസൈറ്റിയാണെന്ന് തോന്നുന്നു അത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അത് വിശുദ്ധ മിക്കായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് അതിന് വേറെ സ്റ്റോറി ഉണ്ട്, അത് ഞാൻ വേറെ തവണ പറയാം. മാലാഖ തന്നെ കോൺസെക്രേറ്റ് ചെയ്ത ഒരു ദേവാലയമാണത്. പിന്നെ നമ്മുടെ മറ്റുള്ള തിരുശേഷിപ്പുകൾ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പ്, ഇതൊക്കെ നമുക്ക് ഭരണങ്ങാനത്ത് ഇതെല്ലാവർക്കും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ പാർഡൻ ക്രൂസിഫിക്സ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ജപമാലയുടെ കൂട്ടത്തിൽ ഇതുപോലെ ഇങ്ങനെ പാർഡൻ ക്രൂസിഫിക്സ് വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ പാർഡൻ ക്രൂസിഫിക്സ് നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ തന്നെ ദണ്ഡവിമോചനമാണ്. ചുംബിക്കുമ്പോൾ എക്സ്ട്രാ വേറെ ദണ്ഡവിമോചനം, എല്ലാം ഭാഗിക ദണ്ഡവിമോചനമാണ്. പിന്നെ മെഡൽസ്, മിറാക്ലസ് മെഡൽ, പരിശുദ്ധ അമ്മ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള മെഡലാണ്. ബെനഡിക്റ്റൻ മെഡൽ, മിറാക്ലസ് മെഡൽ, ബെനഡിക്റ്റൻ മെഡൽ. അതുപോലെ പിന്നെ വിശുദ്ധ മിക്കായേൽ മാലാഖയുടെ മെഡലുകൾ, പിന്നെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെത്, പിന്നെ കാവൽ മാലാഖയുടെ മെഡലുകൾ, പിന്നെ ബെനഡിക്റ്റൻ ക്രോസിൻ്റെ കൂടെയുള്ള ബെനഡിക്റ്റൻ കുരിശ്. അപ്പോൾ ഈ ബെനഡിക്റ്റൻ കുരിശ് എനിക്കിതൊരു വൈദികൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് പ്രത്യേക രീതിയിൽ ബ്ലസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. ഇത് സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു, ഇത് പ്രത്യേക രീതിയിൽ എനിക്ക് ചില പ്രാർത്ഥനകൾ ചൊല്ലി ബ്ലസ് ചെയ്ത് തന്നു. ഇത് ബ്ലസ് ചെയ്ത കാര്യം വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാനിതിങ്ങനെ പോക്കറ്റിലിട്ട്, ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു, ഞാനിതിങ്ങനെ പോക്കറ്റിലിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ആ സമയത്ത് ഒരു ബ്രദർ എന്നെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ആഷിഖിൻ്റെ പോക്കറ്റിൽ മെറ്റലിൻ്റെ കുരിശുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതേ ഉണ്ട്. ഈശോ പറയുന്നു, അല്ലെ ഇങ്ങനെ ബ്രദർ ദർശനം കാണുകയാണ്, ആ കുരിശ് കാണുമ്പോൾ പിശാചുക്കൾ ഭയന്നോടുന്നതായിട്ട് കാണുന്നുണ്ടെന്ന്. എനിക്ക് മാത്രം അറിയത്തുള്ളൂ ഈ കുരിശ് ഈ രീതിയിൽ ബ്ലസ് ചെയ്തതാണ് എന്നുള്ളത് എനിക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ ആ ബ്രദർ അത് കറക്റ്റ് പറഞ്ഞു. അപ്പോൾ നമുക്ക് തിരുവചനത്തിൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അതായത് 2 രാജാക്കന്മാർ 2-ാം അധ്യായം 19 മുതൽ 22 വരെ തിരുവചനങ്ങൾ. ഏലീഷ പ്രവാചകൻ്റെ അടുത്ത് അവിടുത്തെ നഗരവാസികൾ പറയുകയാണ്, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഏലീശ പറഞ്ഞു. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുക. അവർ അങ്ങനെ ചെയ്തു.
അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ട് കൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ഏലീശയുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. കണ്ടോ, എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഫാദർ സേവ്യർക്കാൻ അച്ഛൻ ഉണ്ടായിരുന്നൊരു അനുഭവം പറയുന്നുണ്ട്. ഇതേപോലെ വെള്ളം ഇല്ലാതിരുന്നൊരു കിണറ്റിൽ അച്ഛൻ പറഞ്ഞത് എങ്ങനെ അനുസരിച്ചിട്ട് ആ വീട്ടുകാർ കല്ലുപ്പ് വിതറി, വെഞ്ചരിച്ച ഉപ്പ് വിതറിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വെള്ളം ഇങ്ങനെ ഉറവ പൊട്ടി വരുന്നതായിട്ട് അവർ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇതേ അനുഭവം തന്നെയല്ലേ രാജാക്കന്മാരുടെ പുസ്തകത്തിലുള്ളത്. മറ്റൊന്ന് പുറപ്പാട് 15:22 മുതൽ 25 വരെ ഉള്ളത്. അതിനകത്ത് അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്ത് കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. ദൈവമാണ് ഇനി പറയുന്നത്. എന്ത് ചെയ്യണം? ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മതിരിച്ചു. അവിടെ വെച്ച് വെള്ളം മതിരിച്ചു. കണ്ടോ? അപ്പോൾ ഒരു വടി ദൈവം പറഞ്ഞതുപോലെ അത് ഉപയോഗിച്ചപ്പോൾ അത് സാക്രമെൻറ്റൽസിൻ്റെ പവർ അതിന് വന്നു. ആ കയ്പായ വെള്ളം മതിരിച്ചു. അതുപോലെ എസെക്കിയ പ്രവാചകന്റെ പുസ്തകം 36-25 തിരുവചനം, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. അപ്പം ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, അത് സംഭവിക്കും, നിങ്ങൾ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. നമുക്കറിയാം, മാരകപാപം കുമ്പസാരിക്കുമ്പോൾ മാത്രമേ ക്ഷമിക്കപ്പെടുകയുള്ളൂ. എന്നാൽ ലഘുപാപങ്ങൾ നമ്മൾ വെഞ്ചരിച്ച വെള്ളം തൊട്ട് കുരിശ് വരയ്ക്കുമ്പോൾ ലഘുപാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുണ്ട്. തിരുവചനം വായിക്കുമ്പോൾ ലഘുപാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുണ്ട്. വളരെ കറക്റ്റല്ലേ? നിങ്ങൾ കർത്താവ് വിശുദ്ധ ജലം തളിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം അച്ഛനൊക്കെ അടുത്ത തവണ വെഞ്ചരിക്കുമ്പോൾ ഇതുപോലെ ബോധപൂർവ്വം നമ്മൾ പിതാനും പുത്രനും തൃത്വസ്തുതി ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് റിസീവ് ചെയ്യണം. കർത്താവെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നുള്ളത്. അതുപോലെ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം തിരുവചനം, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതാണ് ഈ തൈലമൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ പറയുന്ന പോലെ ബ്ലെസ്സിങ് കിട്ടുന്നത്. ഓക്കെ. മറ്റൊന്ന് റിലിക്സിനെ പറ്റിയിട്ട്, റിലിക്സ് തിരുശേഷിപ്പുകൾ ഉപയോഗിക്കുമ്പോൾ പവർ. ഏലീശ മരിച്ചു, അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മൊവാബിയർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീശയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. ആരും സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴാണ് ഈ മൊവാബിയറുടെ കൂട്ടം വരുന്നത് കണ്ടത്. അപ്പോൾ ഈ ബോഡി എടുത്തിട്ട് ഇവരെന്ത് ചെയ്തു? ഇങ്ങനെ തള്ളിയിട്ടു. ഇട്ടത് എവിടെയാണ്? ഏലീശയുടെ കല്ലറയിലേക്കാണ്. ഏലീശയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. കണ്ടോ? മരിച്ച ഏലീശയുടെ എല്ലുകളെ സ്പർശിച്ചപ്പോൾ ആ മനുഷ്യന് ജീവൻ തന്നെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു. അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് റിലിക്സ് ആണെങ്കിലും സെക്കൻഡ് ക്ലാസ് ആണെങ്കിലും തേർഡ് ക്ലാസ് ആണെങ്കിലും നമുക്ക് അതിൻ്റേതായ പവർ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു മരത്തിൻ്റെ മുകളിലാണ്. ആ മരം ഇന്ന് അവിടെ ഇല്ല. കാരണം അതെല്ലാം ആൾക്കാർ വെട്ടിയിട്ട് കൊണ്ടുപോയി, തിരുശേഷിപ്പായിട്ട് കൊണ്ടുപോയി. മരത്തിൻ്റെ മുകളിൽ, ചില്ലകൾക്ക് മുകളിലാണ് പരിശുദ്ധ അമ്മ മേഘത്തിൽ വന്നിങ്ങനെ നിന്നത്. ആ മരം ഇന്നില്ല ഫാത്തിമയിൽ. അത് ആൾക്കാർ മുറിച്ച് കൊണ്ടുപോയി. റിലിക്സാണത്. പരിശുദ്ധ അമ്മയുടെ കാലുകൾ സ്പർശിച്ച മരമാണല്ലോ. അപ്പോൾ ഇവിടെ പറയാണ്, അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ, പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. കേട്ടോ? തൂവലിട്ടപ്പോൾ, ചവ്വലിട്ടപ്പോൾ. അതാണ് ഈ റിലിക്സിൻ്റെയൊക്കെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കരുണയുടെ അവസാന മണിക്കൂറിൽ ഈശോ ഇതിനെ പറ്റിയിട്ട് മെസ്സേജ് തരുന്നുണ്ട്, ഈ സാക്രമെൻ്റൽസിനെ പറ്റിയിട്ട്. 2-ാം ഭാഗം 68-ാമത്തെ സന്ദേശം. കരുണയുടെ അവസാന മണിക്കൂർ 2-ാം ഭാഗത്തിൽ 68-ാമത്തെ സന്ദേശം. കൂദാശ അനുകരണങ്ങൾ ഉപയോഗിക്കുക, അതാണ് ഹെഡിങ്. എൻ്റെ ജനമേ, എൻ്റെ കരം ലോകത്തിന് മേൽ പതിക്കാൻ അടുത്തുകൊണ്ടിരിക്കെ മിന്നൽ പിണരുകൾ ആകാശത്തെ മുഴുവൻ പ്രകാശിതമാക്കും.
നിങ്ങൾ ഭയം കൊണ്ട് വിറക്കും. എന്നാൽ എൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജപമാല പ്രാർത്ഥനയോടൊപ്പം നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ സഹായത്തിനുമായി ഞാൻ നിങ്ങൾക്ക് കൂദാശ അനുകരണങ്ങളും നൽകിയിരിക്കുന്നു. എൻ്റെ സഭയോ അതിൻ്റെ കൂദാശകളോ മേലിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കില്ല. ഇത് അവസാന കാലത്തെ പറ്റി ടീച്ചർ പറയുകയാണേ. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ എത്രയധികം ആഗ്രഹിക്കുന്നുവെന്നോ. എന്നാൽ നിങ്ങളുടെ കുരിശുകൾ എനിക്ക് കൂടുതൽ ഭാരമായി തീരുന്നു. എനിക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പ്രഹരത്തിന് പിറകെ പ്രഹരമാണ്. അതുകൊണ്ട് നിങ്ങൾക്കായി മാത്രം നൽകപ്പെട്ടിരിക്കുന്ന കൂദാശ അനുകരണങ്ങളിലേക്ക് തിരിച്ചു വരിക. കണ്ടോ, ഈശോയുടെ ആഗ്രഹമാണത്. അതാണ് ഇന്ന് ഈ എൽ റൂഹ പോലുള്ള ധ്യാന കേന്ദ്രങ്ങൾ വന്ന് ഈ സാക്രമെൻ്റൽസ് ഉപയോഗിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നു നമ്മളിതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സന്ദേശം 90 കൂദാശ അനുകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച്. എൻ്റെ കുഞ്ഞുങ്ങളെ, കൂദാശ അനുകരണങ്ങളുടെ ഉപയോഗം മറക്കരുതേ. എന്നാൽ അതിലും ഉപരിയായി ഓർക്കേണ്ടത് മനുഷ്യർ അനുദപിച്ച്, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. മനുഷ്യർ അനുദപിച്ച് കൃപയിൽ ആയിരിക്കുന്നില്ലെങ്കിൽ അവയ്ക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ല എന്നതാണ്. ഉത്തിരം ധരിച്ചാൽ നിത്യ നരകാഗ്നി പോകത്തില്ലെന്ന് മാതാവിൻ്റെ വാഗ്ദാനമുണ്ട്. പക്ഷേ നമ്മുടെ കൃപയിലല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുന്നതിന് അപ്പുറത്തേക്കാണ് നിങ്ങളുടെ കർത്താവായ ഞാൻ നോക്കുന്നത്. ഞാൻ നിങ്ങളെ എല്ലാവിധത്തിലും ഒരുങ്ങാനായി ക്ഷണിക്കുന്നു. കൂദാശ അനുകരണങ്ങൾ കൈവശം സൂക്ഷിക്കുക. എൻ്റെ കുരിശും പരിശുദ്ധ ജപമാലയും ധരിക്കുക. വെന്തിങ്ങ ധരിക്കാൻ മറക്കരുത്. എന്നാൽ ഇത് നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്കാവില്ല. അതായത് ആത്മാവ് സുസ്ഥിതിയിലല്ലെങ്കിൽ, ആ വ്യക്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടില്ലെങ്കിൽ, അനുദപിക്കുകയും വഴികൾ തിരുത്തുകയും പരിഹാരം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ കൂദാശ അനുകരണങ്ങൾ വെറും ഒരു ആവരണം മാത്രമായിരിക്കും. ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല. അവർക്ക് ദുഷ്ടാരൂപികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും അവരിൽ എൻ്റെയും എൻ്റെ അമ്മയുടെയും സാന്നിധ്യം വെളിവാക്കി കൊടുക്കാനും അവർ മാനസാന്തരത്തിന് തയ്യാറുള്ള മാനസികാവസ്ഥയിൽ, വരപ്രസാദ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം. ഇതാണ് കരുണ അവസാന മണിക്കൂറിൽ സാക്രമെൻ്റൽസിനെ കുറിച്ച് ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ. സോ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയരിബൂസ് എർ ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് തു യേസുസ് സാങ്താ മരിയ മാതർ ദെയും ഓരാ പ്രോ നോബിസ് പെക്കാത്തോരിബൂസ് നൂങ്കിയ തിന്നോര മോർത്തിസ് നോസ്ത്രയാമേൻ വിവ ക്രിസ്റ്റോറെ.